ജോലി കഴിഞ്ഞ് വരുന്ന വഴിയാണ് ആ സ്ത്രീ ആ കാഴ്ച കാണുന്നത്. തൻ്റെ വീട് നിന്ന് കത്തുന്നു. ആ വീടിനുള്ളിൽ തൻ്റെ പിഞ്ചോമനകളായ 2 കുഞ്ഞുങ്ങളുമുണ്ട്. ആ സ്ത്രീ ഒന്നും നോക്കാതെ തൻ്റെ ജീവൻ പോലും പണയം വെച്ച് വീടിനുള്ളിൽ പാഞ്ഞു കയറി. അതിനുള്ളിൽ നിന്നും തൻ്റെ പിഞ്ചോമനകളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. ചെറിയ രീതിയിൽ പരിക്കുകളുണ്ടെങ്കിലും 3 പേരും വലിയ അപകടമൊന്നും കൂടാതെ രക്ഷപ്പെട്ടു. പക്ഷേ ആ സ്ത്രീയെ കാത്തിരുന്നത് മറ്റൊരു വലിയ അപകടമായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആ രാജ്യത്തെ ഗവൺമെൻറ് ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുകയും 10 വർഷം തടവിന് വിധിക്കുകയും ചെയ്തു. ആ സ്ത്രീക്ക് മേൽ ആരോപിച്ചിരുന്ന കുറ്റം എന്താണെന്ന് വെച്ചാൽ, കത്തുന്ന വീട്ടിൽ നിന്നും തൻ്റെ പിഞ്ചോമനകളെ രക്ഷിക്കുന്ന സമയത്ത് പ്രസിഡന്റിൻ്റെ ഫോട്ടോ എടുത്തില്ല എന്നതും ആ ഫോട്ടോയ്ക്ക് തീ പിടിച്ചു എന്നതുമായിരുന്നു ആ സ്ത്രീക്ക് മേൽ ആരോപിച്ചിരുന്ന വലിയ കുറ്റം. വളരെ കൗതുകം നിറഞ്ഞ നിയമങ്ങളും സിസ്റ്റവും നിലനിൽക്കുന്ന നോർത്ത് കൊറിയ എന്ന രാജ്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇറ്റ്സ് മീ എബി ജോസഫ് എൽഡരാഡോ. യു ആർ വാച്ചിങ്. ആ രാജ്യത്തെ രീതികൾ പറയുന്നതിന് മുൻപ് വളരെ കൗതുകകരമായൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങളൊരു തെറ്റ് ചെയ്താൽ നിങ്ങൾ മാത്രം ആ ശിക്ഷ അനുഭവിച്ചാൽ പോരാ, നിങ്ങളുടെ തലമുറയും അതിനുശേഷം വരുന്ന തലമുറയും, അങ്ങനെ 3 തലമുറയോളം അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതായിട്ടുണ്ട്. വളരെ ക്രൂരവും മൃഗീയവുമായിട്ടുള്ള രീതിയാണത്. നോർത്ത് കൊറിയയ്ക്ക് പുറത്തോട്ടുള്ള എല്ലാത്തരം കോളുകളും ബാൻഡാണ്. ഇൻ്റർനാഷണൽ കോളുകൾ വധശിക്ഷ വരെ ലഭിച്ചേക്കാവുന്ന കുറ്റകൃത്യമാണ്. ഫോറിൻ മ്യൂസിക്കുകളോ ഹോളിവുഡ് സിനിമകളോ കാണുന്നത് വധശിക്ഷ വരെ ലഭിച്ചേക്കാവുന്ന കുറ്റകൃത്യമാണ്. അത്തരം ഹോളിവുഡ് മൂവികൾ കളക്ട് ചെയ്തു വെച്ചിരുന്ന ഒരു സ്ത്രീക്ക് വധശിക്ഷ ലഭിക്കുകയുണ്ടായെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നോർത്ത് കൊറിയ എന്ന ഈ രാജ്യത്ത് എല്ലാത്തരം സോഷ്യൽ മീഡിയകളും ബാൻഡാണ്. ആൻഡ്രോയിഡ് ഫോണുകളും ഐഫോണുകളും വിൻഡോസും അവിടെ ബാൻഡാണ്. അവിടെ അവർക്ക് യൂസ് ചെയ്യാനായി അവർ സ്വന്തമായി കണ്ടുപിടിച്ചിട്ടുള്ള ഇൻ്റർനെറ്റ് സിസ്റ്റവും ഓപ്പറേഷൻ സിസ്റ്റവുമാണ് അവർ യൂസ് ചെയ്യുന്നത്. ആ രാജ്യത്താകെ 3 ടെലിവിഷൻ ചാനലുകളാണ് ഉള്ളത്. അതിൽ 2 ശനി ഞായർ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ബാക്കി വരുന്ന 1 ആഴ്ചയിൽ 5 മണിക്കൂർ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതിൽ വരുന്ന പ്രോഗ്രാമുകളാകട്ടെ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളും നിയമങ്ങളും പറയാനുള്ളതും പ്രസിഡന്റിൻ്റെ പ്രസംഗങ്ങളും മാത്രമാണ് അതിലുള്ളത്. നോർത്ത് കൊറിയ എന്ന ആ രാജ്യത്ത് നമ്മൾ ചെയ്യേണ്ട ജോലി നിശ്ചയിക്കുന്നത് അവിടുത്തെ സർക്കാരാണ്. അവിടെ ജോലിയിലുള്ള ഒഴിവും ജോലിക്കാരുടെ കുറവും പരിഗണിച്ചായിരിക്കും നിങ്ങൾക്ക് ഒരു ജോലി ലഭിക്കുക. നിങ്ങളത് ചെയ്യുക എന്നത് നിർബന്ധിതവുമാണ്. അതുപോലെ തന്നെ അവിടെ മിലിറ്ററി സേവനം വളരെ നിർബന്ധിതമായ ഒന്നാണ്. പുരുഷന്മാർക്കാണെങ്കിൽ 10 വർഷവും സ്ത്രീകൾക്ക് 7 വർഷവും നിർബന്ധിത മിലിറ്ററി സേവനമുണ്ട്. ഇനി ഫാഷൻ രംഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലൊന്നും മുടി വെട്ടാൻ പറ്റില്ല. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ചില സ്റ്റൈലുകളുണ്ട്. ആ സ്റ്റൈലിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മുടി മുറിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോഴും അവിടുത്തെ പ്രസിഡന്റിൻ്റെ ഹെയർ സ്റ്റൈൽ നിങ്ങൾ പരീക്ഷിക്കാമെന്ന് വെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് മുടി വെട്ടാൻ തലയുണ്ടാവുകയില്ല. വധശിക്ഷ വരെ ലഭിച്ചേക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ്. മറ്റൊരു കൗതുകകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അവിടെ നീല ജീൻസ് യൂസ് ചെയ്യാൻ പറ്റുകയില്ല. നീല ജീൻസ് യൂസ് ചെയ്യുന്നത് അവിടുത്തെ സർക്കാരിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. വളരെ വലിയ ശിക്ഷ തന്നെ ലഭിച്ചേക്കാം. ഇനി നിങ്ങളൊരു ടൂറിസ്റ്റായി നോർത്ത് കൊറിയയിലേക്ക് ചെല്ലുകയും നിങ്ങൾ നീല ജീൻസ് ധരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളെ തടവിലാക്കാൻ അവർക്ക് അധികാരമുണ്ട്. അവിടെ പുരുഷരായ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് മാത്രമേ വാഹനം ഓടിക്കാനുള്ള അനുവാദമുള്ളൂ. ഇനി ഒരു സ്ത്രീ അവിടെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോലും അവർക്കവിടെ വാഹനം ഓടിക്കുന്നതിന് അനുവാദമില്ല. നോർത്ത് കൊറിയയിൽ എല്ലാ വീടുകളിലും പ്രസിഡന്റിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരിക്കും. ആ ഫോട്ടോയിൽ പൊടി പിടിക്കുന്നത് വളരെ വലിയ കുറ്റകൃത്യമാണ്. കൃത്യമായി പൊടി തുടച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജയിൽവാസം തന്നെയായിരിക്കും ഉണ്ടാവുക. കൃത്യമായി പൊടി തുടയ്ക്കുന്നുണ്ടോ എന്ന് നോക്കാൻ അവിടെ ഗവൺമെൻറ് സംവിധാനവുമുണ്ട്. എല്ലാ വീടുകളിലും പൊടി തുടയ്ക്കുന്നതിന് വേണ്ട ഡസ്റ്ററുകളും കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവരും ജനുവരി 1-ാം തീയതി ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ നോർത്ത് കൊറിയയിൽ ഏപ്രിൽ 15 അവരുടെ ന്യൂ ഇയർ ദിവസം. അതിന് കാരണം അവരുടെ മുൻ പ്രസിഡന്റ്, അതായത് ഇപ്പോഴുള്ള പ്രസിഡന്റിൻ്റെ മുത്തച്ഛനായിരുന്ന ആളുടെ ജന്മദിനമാണ് ഏപ്രിൽ 15. അദ്ദേഹം ജനിച്ച വർഷമാണ് അവർ ആദ്യത്തെ വർഷമായി കണക്ക് കൂട്ടുന്നത്. നമ്മളുടെ കലണ്ടറിന് പകരം അവർക്ക് സ്വന്തമായൊരു കലണ്ടറുണ്ട്. ആ കലണ്ടർ പ്രകാരം 111-ാമത്തെ വർഷത്തിലേക്കാണ് ഇനി അവർ കടക്കുന്നത്. നമ്മുടെ 2024 ഏപ്രിൽ 15-ാം തീയതി അവരുടെ 111-ാം പുതുവത്സര ആഘോഷമാണ്. മറ്റൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ, ജൂലൈ 8-ാം തീയതി ആ രാജ്യത്തുള്ള ആരും ചിരിക്കാനോ ഉറക്കെ സംസാരിക്കാനോ മദ്യപിക്കാനോ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ യാതൊരുവിധ ആഘോഷങ്ങൾ നടത്താനോ പാടുള്ളതല്ല. അവരുടെ മുൻ പ്രസിഡന്റായിരുന്ന, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴുള്ള പ്രസിഡന്റ് മുത്തച്ഛനായിരുന്ന വ്യക്തിയുടെ മരണ ദിവസമാണ് അന്ന്. ആ ദിവസം രാജ്യമൊട്ടാകെ ദുഃഖാചരണത്തിലാണ്. പൂർണ്ണമായും ഒരു എത്തിസ്റ്റ് രാജ്യമായ നോർത്ത് കൊറിയയിൽ ബൈബിൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ മതഗ്രന്ഥങ്ങളും ബാൻ ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ മരിജ്വാന പോലെയുള്ള ഡ്രഗ്സ് അവിടെ നിയമവിധേയവുമാണ്. മറ്റു രാജ്യങ്ങളിലെന്നതുപോലെ നിങ്ങൾക്കവിടെ പെറ്റ്സിനെ വളർത്താൻ സാധിക്കുന്നില്ല. പട്ടിയോ പൂച്ചയോ തുടങ്ങി നിങ്ങൾക്ക് പ്രിയപ്പെട്ട ജന്തുക്കളെ വളർത്തുന്നത് അവിടെ ബാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്.
ഇത്രയേറെ കടുംപിടുത്തമുള്ള നോർത്ത് കൊറിയ എന്ന ഈ രാജ്യത്തു നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നത് മരണശിക്ഷ ലഭിക്കുന്ന വലിയൊരു കുറ്റകൃത്യമാണ്. ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാനായി ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ മുഴുവൻ കുടുംബവും 3 തലമുറയും അതിനുള്ള ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ രാജ്യത്ത് 5 വർഷം കൂടുമ്പോൾ ഇലക്ഷൻ നടക്കാറുണ്ട്. ഇലക്ഷന് പക്ഷേ വോട്ട് ചെയ്യാൻ നമുക്ക് മുന്നിൽ ഒരേ ഒരു ഓപ്ഷനേ ഉണ്ടാവുകയുള്ളൂ. അതിൽ ആരുടെ പേരായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്, നമ്മുടെ രാജ്യം നമുക്ക് തരുന്ന സുരക്ഷയും കരുതലും മനുഷ്യാവകാശവും സ്വാതന്ത്ര്യവും എത്ര വലുതാണ്. നോർത്ത് കൊറിയയിലെ കൗതുകങ്ങൾ കേട്ടപ്പോൾ ഇതുപോലെ മറ്റൊരു ഭരണാധികാരിയുടെ മുഖം നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ? എങ്കിൽ ആ പേര് കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഇറ്റ്സ് മീ എബി ജോസഫ് എൽഡറാഡോ സൈനിങ് ഓഫ്.